ടോപ്പ് ആൻഡ് ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. ഇന്നത്തെ വിഷുദിനത്തിൽ ഞാൻ തയ്യാറാക്കുന്നത് മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന പാൽപ്പായസമാണ്. വിശേഷ ദിവസങ്ങളിൽ നമുക്ക് ഒഴിവാക്കാനാകാത്ത ഒന്നാണല്ലോ പാൽപ്പായസം. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 150 ഗ്രാം വെർമിസെലി, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, 5 ഏലക്ക, ചവ്വരി, നെയ്യ്, 1.5 ലിറ്റർ പാല്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് വെർമിസെലി ചേർക്കാം. ഈ വെർമിസെലി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഒരു മീഡിയം മതിയാകും. ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പാലൊഴിക്കണം. 1.5 ലിറ്റർ പാലാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിക്കാം. പാലൊഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ പാല് നമുക്കിനി ഇതിലേക്ക് ഒഴിക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ചവ്വരിയാണ്. ചവ്വരി നമ്മൾ ചേർക്കുമ്പോൾ പ്രത്യേകം ചവ്വരി വേവിച്ച് അതൊന്ന് കുറുകി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കാവൂ. ചവ്വരി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. നന്നായി ഒന്ന് തിളപ്പിച്ച് നല്ലതുപോലെ കുറുകി വന്നതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ചതച്ചത് ചേർക്കാം. അടുത്ത പഞ്ചസാര നമുക്കിതിലേക്ക് ചേർക്കാം. പഞ്ചസാര നമ്മൾ ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നമ്മൾ ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം നന്നായി ഒന്ന് ഇളകി വെർമിസെലിയൊക്കെ നന്നായി വെന്ത് വരുന്നത് വരെ നമുക്ക് ഇളകി കൊടുത്തുകൊണ്ടേയിരിക്കാം. വെർമിസെലിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് പായസമൊക്കെ നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും നമുക്ക് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. കിസ്മിസ് നമുക്ക് ചേർക്കാം. കരിഞ്ഞു പോകാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ. ഇനി ഇതിനെ നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കാം. നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി നോക്കാവുന്നതാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും വിഷുദിന ആശംസകൾ.